بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു തആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. 2023 നമ്മോട് യാത്ര പറഞ്ഞ് 2024 എന്ന ഗ്രിഗേറിയൻ കലണ്ടറിൻ്റെ ഒരു പുതുവർഷം സമാഗതമാവുകയാണ്. സ്വാഭാവികമായും ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഗ്രിഗേറിയൻ കലണ്ടറിൻ്റെ ദിവസങ്ങളും അതിനോടനുബന്ധമായുള്ള മാസ വർഷങ്ങളുമൊക്കെ ഇടപെട്ടു പോകുന്ന ജീവിത ശൈലിയിലൂടെ ആകുമ്പോൾ സ്വാഭാവികമായും ജീവിത പരിസരങ്ങളിൽ ഒരു പുതുവർഷത്തിൻ്റെ ആഘോഷ ആരവങ്ങൾ അലയടിക്കുന്നിടത്ത് നമ്മളും കണ്ണടച്ച് നിന്ന് കൊടുക്കേണ്ടി വരികയാണ്. ന്യൂ ഇയർ, പുതുവർഷം യഥാർത്ഥത്തിൽ മനുഷ്യ ആയുസ് ഒരു വയസ്സുകൂടി മരണത്തോട് അടുത്തു എന്ന ഓർമ്മപ്പെടുത്തലാണ്. ആരും അത് ഓർക്കുന്നില്ല. ലോകാവസാനത്തോടടുത്ത കാലഘട്ടത്തിൽ സ്വാഭാവികമായും മനുഷ്യ മനസ്സിലെ ചിന്തകളിൽ അസ്തമയം വേഗം സംഭവിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നത് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹോന്നതമായ അധ്യാപനങ്ങളിൽ ഇടം പിടിച്ച കാര്യമാണ്. യഥാർത്ഥത്തിൽ ന്യൂ ഇയർ ആഘോഷിക്കപ്പെടുന്ന ഈ സാഹചര്യത്തിൽ സത്യവിശ്വാസി എങ്ങനെ സന്തോഷിക്കുമെന്നത് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആയുസ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വയസ്സ് നഷ്ടപ്പെട്ടല്ലോ എന്ന ചിന്ത. നമ്മൾ നഷ്ടപ്പെട്ടതിൽ പലതിലും ദുഃഖിക്കുന്നവരാ, എന്നാൽ വിഡ്ഢികൾ നഷ്ടപ്പെട്ടതിൽ സന്തോഷിക്കുന്നവരാ. നമ്മുടെ കയ്യിൽ നിന്നും വലിയ സമ്പാദ്യം, നമ്മൾ പറയാറുണ്ട് ഒരു പുരുഷായുസിന്റെ സമ്പാദ്യം, എൻ്റെ ആയുസ്സിലെ സമ്പാദ്യം എന്നൊക്കെ പറയും. നമ്മുടെ കയ്യിൽ നിന്നും ഒരു 5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയി എന്ന് വെക്കാം. നമ്മൾ കഷ്ടപ്പെട്ട് ജീവിച്ച് ഉണ്ടാക്കിയ ആ 5 ലക്ഷം നഷ്ടപ്പെട്ടു പോയാൽ സ്വാഭാവികമായും അത്രയും പണം നഷ്ടപ്പെട്ടതിൽ നമുക്ക് സങ്കടം തോന്നും. നമ്മൾ വളർത്തിയ നമ്മുടെ മക്കളിൽ ഒരാൾ അനുസരണകേട് ആയി ജീവിച്ച് നമ്മുടെ ജീവിത ചുറ്റുപാടിൽ നിന്നും നമ്മുടെ ആഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക് അത് നഷ്ടപ്പെട്ടു പോയാൽ അതിലും നമുക്ക് ആഴമേറിയ സങ്കടങ്ങൾ, ദുഃഖങ്ങൾ ഉണ്ടാവാറുണ്ട്. നഷ്ടപ്പെട്ടതിൽ മനുഷ്യൻ സന്തോഷിക്കുന്നതിൽ ഈ പറഞ്ഞ എല്ലാത്തിനേക്കാളും ഒരു പ്രാധാന്യമെന്ന് പറയാവുന്ന അവന്റെ സ്വന്തം ആയുസ്സിന്റെ ഒരു വയസ്സ് നഷ്ടപ്പെട്ടു എന്നിട്ടും വിഡ്ഢിയായ മനുഷ്യൻ അത് ആഘോഷിക്കുകയാണ്. എത്ര വൈപരീത്യം ഈ ചിന്താഗതികൾ എന്ന് സാന്ദർഭികമായി നാം ഓരോരുത്തരും ഓർക്കണം. അള്ളാഹു വിവേകം തന്നനുഗ്രഹിക്കട്ടെ. എന്തുകൊണ്ട് വിവേകിയാണ് ഇതൊരു നഷ്ടമായി കാണുകയുള്ളൂ. ദുനിയാവിന്റെ പരിമിതിയെക്കുറിച്ച് മനുഷ്യൻ ചിന്ത നഷ്ടപ്പെട്ടവരായി ജീവിക്കുന്നു എന്നത് ഈ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പരിമിതമാണ്, ഈ ലോകം നശ്വരമാണ്, കയ്യിൽ കിട്ടിയതൊക്കെ എന്നുള്ളതല്ല, അത് തൽക്കാലമാണ് എന്ന് അടിക്കടി അള്ളാഹുവിന്റെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയതും പരിശുദ്ധ ജീവിതങ്ങൾ നമ്മുടെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയതും ഏതോ ഒരു സമയത്ത് മനസ്സിലൂടെ തിളങ്ങി വന്ന, ജ്വലിച്ചു നിന്ന ഒരു ആവേശം, പ്രേരണ, പ്രചോദനം എന്നതിനപ്പുറത്തേക്ക് ആ ഒരു ചിന്ത പോലും നൈമശികമായി അസ്തമിച്ചു. നമ്മുടെ കയ്യിൽ ദുനിയാവിൽ കിട്ടിയതൊക്കെ ശാശ്വതമാണ് എന്ന അതിന്റെ വിപരീത ദിശയിലേക്ക് മനസ്സുകൾ സഞ്ചരിച്ചു. ഇതൊരു യാഥാർത്ഥ്യമാണ്. അതായത് അള്ളാഹുവിനെ മറക്കുന്നു എന്നതാണ് ഈ വിഷയ സംബന്ധമായിട്ടുള്ള ഒറ്റ വാക്കിൽ പറയാൻ പറ്റിയ ഏറ്റവും എളുപ്പത്തിലുള്ള ഒരു ഫോർമുല. അള്ളാനെ മറക്കാണ്. അതുകൊണ്ടാണ് ദുനിയാവിലെ ഈ നൈമശിക സാഹചര്യങ്ങളെ കുറിച്ച് നമ്മൾ വലിയ പ്രതീക്ഷകൾ വെക്കുന്നത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം എന്നാണ്.
അല്ലാത്ത എല്ലാം നശിക്കാനുള്ളതാണ്. അല്ലാത്ത എല്ലാത്തിനും അവസാനം ഉള്ളതാണ്. എന്നുമുള്ളത് റബ്ബിന്റെ വജ്ഹ് മാത്രമാണ്. അള്ളാഹിന്റെ വജ്ഹ് നമുക്ക് തന്നെ അനുഗ്രഹിക്കട്ടെ. അവന്റെ പൊരുത്തം അതെന്നുണ്ടാവും. വലാഖിറത്തു ഖൈറും വഅബ്ഖാ എന്ന് പറഞ്ഞത്. അള്ളാഹിന്റെ പൊരുത്തം കിട്ടുന്നവർക്ക് ആഖിറത്തിന്റെ വിജയം അത് എന്നുള്ളതാണ്. ഏതെങ്കിലും ഒരു വിജയത്തെ എവിടെയെങ്കിലും ഒന്ന് ആഘോഷിക്കപ്പെടുന്നുവെങ്കിൽ, വേൾഡ് കപ്പിന്റെ വിജയം വലിയൊരു സെലിബ്രേഷൻ ഉണ്ടായാൽ അടുത്ത പ്രാവശ്യം വേൾഡ് കപ്പിന്റെ ഊഴം വരുമ്പോൾ കഴിഞ്ഞ വർഷത്തതിന് മങ്ങലേൽക്കാണ്. ആ വിജയം അവിടെ മങ്ങിക്കഴിഞ്ഞു. പണ്ടൊക്കെ SSLC-യുടെ റിസൾട്ട് വരുമ്പോൾ രാവിലെ തന്നെ വരുന്ന പത്രത്തിന്റെ ഫ്രണ്ട് പേജിലുണ്ടാകും ആ വർഷത്തെ കേരളത്തിലെ 1ാം റാങ്കുകാരെ കുറിച്ച്. 1, 2, 3 റാങ്കുകൾ. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഗ്രേഡുകളായി മാർക്ക് തരംതിരിച്ചുകൊടുത്ത് അങ്ങനെ കാണപ്പെടുന്നില്ല. എന്നാലും ആ പഴയ 600-ൽ ഡിസ്റ്റിങ്ഷൻ അപ്പുറത്തേക്ക് കടന്ന് 570, 580 ഒക്കെ വാങ്ങിയ 1ാം റാങ്കുകാരനെ ഒരു 10-20 കൊല്ലം മുമ്പുള്ള പത്രവാർത്തകളിലെ 1ാം പേജ് എപ്പോഴും ഓർക്കാറുണ്ടായിരുന്നു. ഇന്നത്തെ പല IAS ഓഫീസർമാരും അന്നത്തെ റാങ്കുകാരാണ്. ആ റാങ്ക് എന്നതിന്റെ തിളക്കം ഒരു വർഷത്തോളം മനസ്സിലുണ്ടാകും. പക്ഷേ ഒരു പുതിയ റാങ്കുകാരൻ പിറ്റേ വർഷം വരുമ്പോൾ അതങ്ങ് മങ്ങിപ്പോവുകയാണ്. ഇത്രയേ ഉള്ളൂ. നൈമശികമാണ് ഏത് നൈമശികം. പുതുമോടി എന്ന വാക്ക് പോലും ഈ നൈമശികതയെ ഓർമ്മപ്പെടുത്താം. പുതിയാപ്പിള, പുതിയ പെണ്ണ്, അതൊക്കെ കുറച്ചു കഴിയുമ്പോൾ പഴയതാവാം. എന്ന പോലെ ആയുസ്സിലെ നികത്താനാവാത്ത വലിയ നഷ്ടം. ആഘോഷങ്ങൾ മനുഷ്യന് ഏറ്റെടുക്കാണ്. നഷ്ടത്തിൽ ആഘോഷങ്ങൾ ഏറ്റെടുക്കുന്നു. യഥാർത്ഥത്തിൽ ആഘോഷങ്ങൾ ചിലപ്പോൾ ആഖിറ നഷ്ടപ്പെടുത്തുന്നതാണ് എന്നത് നമ്മൾ ഓർക്കുന്നില്ല. അള്ളാഹുവിന്റെ ഖുർആന്റെ ചിന്തനീയമായ ഒരു ആയത്ത് സൂറത്തുൽ അഅറാഫിന്റെ 51-ാമത്തെ ആയത്ത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الذين اتخذوا دينهم لهوا ولعبا وغرتهم الحياة الدنيا فاليوم ننساهم كما نسوا لقاء يومهم هذا وما كانوا بآياتنا يجحدون. അത്ര രസകരമായ അവതരണം. അള്ളാഹു പറയാ, ദീന് കയ്യിലുണ്ടായ കുറെ ആളുകളുണ്ട്. നമ്മളൊക്കെ ദീന് കയ്യിലുണ്ടായ കുറെ ആളുകളുണ്ട്. ആ ദീനിലായി ജീവിക്കുമ്പോൾ ആ ദീനീ നിയമങ്ങളും ദീൻ പറഞ്ഞ നിർദ്ദേശങ്ങൾക്കും വില വെച്ചതുമില്ല. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതിന് വിലയുണ്ട്. അവരുടെ ദീനിനെ അവർ ആക്കിയത് ലഹ്വൻ വലഇബാ, കളിയും വിനോദവുമാക്കി കളഞ്ഞു. അങ്ങനെ പോയി പോയി അവരെവിടെ എത്തുന്നറിയുമോ? വഗറത്ഹുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവ് അവരെ വഞ്ചിക്കും. ഈ ദുനിയാവ് അവരെ വഞ്ചിക്കും. ഫൽയൗമ നൗസാഹും, എന്നിട്ട് ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ അല്ലാഹു അവരെ മറന്നു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ. അന്ന് അല്ലാഹ് പറയും അവരോട്, കമാ നസൂ ലിഖാഅ യൗമിഹിം ഹാദാ, ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾ എന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടുമെന്നത് അന്ന് മറന്നത് കൊണ്ട് തന്നെയാ ഇന്ന് ഞാൻ നിങ്ങളെ മറന്നത് എന്ന് അല്ലാഹ് പറയുമെന്ന് ഖുർആൻ. വമാ കാനൂ ബിആയാതിനാ യജ്ഹദൂൻ. നമുക്കങ്ങനെ മറക്കാൻ പറ്റൂല. നമ്മുടെ ഉള്ളിൽ എന്തോ ഒരു ചെറിയ ദീനിന്റെ ഒരു സ്പാർക്കിംഗ് തന്നിട്ടുണ്ടല്ലോ, അതിനെ വികസിപ്പിക്കല നമ്മുടെ ദൗത്യം. അതിനെ ആഘോഷങ്ങൾ കൊണ്ട്, ലഅബും ലഹുവും കൊണ്ട്, ആഘോഷങ്ങൾ കൊണ്ട് നശിപ്പിക്കല്ലേ. നശിപ്പിച്ച അവിടെ ഇല്ല എന്നാ പറഞ്ഞത്. എങ്ങനെ ആഘോഷിക്കാൻ കഴിയാം? ന്യൂ ഇയറിന്റെ തലേ രാവ് ഒരു 10-10:30 മണിക്ക് നമ്മളൊന്ന് യാത്ര ചെയ്ത് നോക്കി രാത്രി. എന്താണ് അവിടെ സെലിബ്രേഷനും അതൊന്നുമില്ല. ഞാൻ ഈ ക്രിസ്മസ് രാവിലെ ഒരു മുസ്ലിം പ്രദേശത്തു കൂടെ നടന്നു പോയപ്പോ അർബാന ട്രോളി, അതിന്റെ മുകളിൽ ജനറേറ്റർ കയറ്റി വെച്ച് വലിയ ബോക്സ് ഒക്കെ വെച്ച് നമ്മുടെ പിള്ളേര് ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷമൊക്കെ ഇട്ട് ഡാൻസ് കളിക്കലും ഒക്കെ എന്നെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും എന്നുമായി. അപ്പൊ എനിക്ക് മനസ്സിലായതാണ്. അപ്പോ ഈ രീതിയില് സെലിബ്രേഷനും അതൊന്നുമില്ല, എവിടെയും കൂടുന്നു.
അങ്ങനെയൊന്നുമില്ലല്ലോ. നമ്മളോട് സെലിബ്രേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന 2 ദിവസമാണ്. ഞാനതിലേക്ക് കൂടുതൽ കടന്നു വരുന്നില്ല. അള്ളാനെ മറന്നു പോയാൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. നന്മ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഇരിക്കുന്നവരിൽ നേരത്തെ ഒതുവെടുത്ത് വന്നവരുണ്ടാവാം, ഇതിൽ ദുഹാ നിസ്കരിച്ചവരുണ്ടാവാം, ഇന്ന് മാത്രം ദുഹാ നിസ്കരിച്ചവരുണ്ടാവാം, എന്നും അത് ആവാം. എന്നിട്ടും ആ അവസരത്തെ ഉപയോഗിക്കാത്തവരുണ്ടാവാം. ഒരു നന്മ ചെയ്യാൻ ഒരാൾക്ക് കഴിയാന്ന് പറഞ്ഞാൽ അതൊരു തൗഫീഖാണത്. സമ്പത്തുണ്ടായിരുന്നു. 10-30 കൊല്ലം സൗദിയിൽ ഏതാനും വെളിപ്പാടകലെ ഹറമിന്റെ പരിസരത്ത് ജോലി ചെയ്തു. ഒരുപാട് ഒഴിവ് സമയം ഉണ്ടായി. പക്ഷെ ഉസ്താദ്, ഒരു ഉംറക്ക് പോലും പോവാൻ എനിക്ക് പറ്റിയില്ല എന്ന് മാത്രമല്ല, 1-2 പ്രാവശ്യം വെള്ളിയാഴ്ച ഹറമിലൊന്ന് പോയി എന്നല്ലാതെ എനിക്ക് തീരെ അത് കഴിഞ്ഞിട്ടില്ല. ഒരു സങ്കടമാണ് ഒരു സഹോദരന്റെ സങ്കടം. എന്നിട്ടും അദ്ദേഹം കൊറോണയുടെ മുമ്പ് ഹജ്ജിന് വേണ്ടിയിട്ട് ആ പാലക്കാട് ജില്ലക്കാരൻ ഒരുപാടൊന്ന് ശ്രമിച്ചു. കൊറോണയുടെ മുമ്പ് എന്റെ അറിവിൽ ഇതുവരെ അദ്ദേഹം ഹജ്ജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. തൗഫീഖ് എന്നത് അവസരത്തെ ഉപയോഗിക്കുന്നതനുസരിച്ച് അള്ളാഹ് തരും. അമല് ചെയ്യാൻ കിട്ടുക എന്നതൊരു മഹാഭാഗ്യം. അമല് ചെയ്യാൻ കിട്ടുക എന്നതൊരു മഹാഭാഗ്യം. അതിന് അള്ളാഹ് തെരഞ്ഞെടുത്ത ആൾക്ക് അതിനൊരു തൗഫീഖ് ഉണ്ടാവും. നമ്മൾ അത് ഒഴിവാക്കുന്നോടത്ത് അള്ളാഹ് നമ്മൾ ഒഴിവാക്കണം. നഷ്ടം നമുക്ക് തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ വലാ തകൂനൂ കല്ലദീന നസുല്ലാഹ്. ചിന്തനീയമായ ഒരു പ്രയോഗമാണിത്. നിങ്ങൾ അള്ളാനെ മറന്ന് ജീവിക്കില്ല എന്നല്ല പറഞ്ഞത്, മറന്ന് ജീവിക്കുന്നവരെ പോലെ ആവല്ലേ എന്നാ പറഞ്ഞത്. പോലെ ആവാന്ന് പറഞ്ഞാൽ മുശബ്ബഹ് ബിഹി ആയില്ല. മറന്ന് ജീവിക്കുന്നവരോളം നിങ്ങൾ മോശമല്ല, അതുപോലെ അതിന്റെയൊക്കെ താഴെ ഏതാണ്ട് അതിനോട് സാദൃശ്യത തോന്നുന്ന പോലെയാണ് നിങ്ങളുടേത്. അങ്ങനെ പോലും ആവരുത്. എന്തുകൊണ്ട്? നിങ്ങൾക്ക് പിന്നെ നന്മ ചെയ്യാൻ പറ്റൂല. നമുക്ക് പറ്റിയ പണിയല്ല അതെന്ന് പറഞ്ഞ് നമ്മൾ വൈകുന്നേരം കണ്ട് തിരിച്ചു പോരുകയൊക്കെ ചെയ്യും. പക്ഷെ കൂടുന്ന സമയമൊക്കെ അതിൽ കൂടുകയും ചെയ്യും. അങ്ങനെയുള്ളവരുടെ അമല് മുന്നോട്ട് പ്രയാസാണെന്ന ഖുർആൻ പറഞ്ഞത്. സ്വന്തം ശരീരത്തിനായി ഒരു നന്മ നേരത്തെ ചെയ്തു വെക്കാനുള്ള അവസരം അള്ളാഹു നഷ്ടപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ പല അവസരങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 വർഷം നമ്മെ വല്ലാതെ ആഗ്രഹങ്ങളുടെ തീച്ചൂളയിലിട്ട് പരീക്ഷിച്ചിട്ടുണ്ട് അല്ലാഹു. സ്വസ്ഥമായി ഒന്ന് കൂടാനും, എന്തിനേറെ പെരുന്നാളിന് മാത്രം കാണപ്പെടുന്ന ആലിംഗനങ്ങൾ പോലും വേണ്ടെന്ന് വെക്കേണ്ട അവസ്ഥയിലേക്ക് പകർച്ചവ്യാധിയുടെ ഏറ്റവും ഭീകരമായ ഒരു അന്തരീക്ഷം, ജീവിതത്തിൽ എല്ലാവരും വീർപ്പുമുട്ടിയ ഒരു നേരം, ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. ഇതൊക്കെ വീണ്ടും ആവർത്തിക്കാം. അള്ളാഹു കാക്കട്ടെ. ദുനിയാവിൽ അള്ളാഹു ചൂണ്ടയിട്ട് തന്നിരിക്കാം. മത്സ്യം വിചാരിച്ചു വയറ് നിറയ്ക്കാനുള്ള ഭക്ഷണ വെച്ചത്. അല്പാൽപമായി കൊത്തും, അല്പാൽപമായി ആസ്വദിക്കും. ആസ്വാദനത്തിന്റെ അറ്റം വരെ എത്താനൊന്നും കഴിയില്ല. കുളത്തിയുടെ ഒരൊറ്റ വലിയ. അള്ളാഹുവിനെ പറ്റി അള്ളാഹ് പറഞ്ഞത് ഖൈറുൽ മാക്കിരീൻ എന്ന് പറഞ്ഞത്. റബ്ബിന്റെ കയ്യിൽ നിന്നും വരുന്ന പണി വലിയ ചതിയായിരിക്കും. അള്ളാഹു പണി തരാന്ന് വെച്ചാൽ അതുപോലെ പണി തരാൻ പറ്റിയവൻ വേറെ ഇല്ലെന്ന് അതിനർത്ഥം. വഞ്ചനയുടെ ഏറ്റവും വലിയ കേമന്മാരാണ് നമ്മളെന്ന് വിചാരിക്കുന്നോടത്താണ് പറഞ്ഞത് വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. അള്ളാഹു ആണ് ആ കാര്യത്തിൽ നിങ്ങളെക്കാൾ മിടുക്കൻ എന്ന്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഉള്ളിന്റെ ഉള്ളിൽ എവിടെയോ ദീൻ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് നഷ്ടപ്പെട്ടു പോവാതെ ആഘോഷങ്ങളിലും അതുപോലെ തന്നെയുള്ളതായ കൂടലുകളിലും സന്തോഷ പ്രകടനങ്ങളിലും എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകരുത്. രസകരമായ പല സംഭവങ്ങളും ചരിത്രത്തിൽ കാണാം. ചിലരെ ഓർമ്മപ്പെടുത്തിയത് ഒരു 40 വയസ്സായതാ. അങ്ങനെ ഉണ്ടല്ലോ. ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് 40 വയസ്സാവുക എന്നത്. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഒരു ഹദീസ് കാണാം. 40 കഴിഞ്ഞ ശേഷം, 60 കഴിഞ്ഞ ശേഷം വീണ്ടും കുട്ടികളെപ്പോലെ കളിയും വിനോദവുമായി ജീവിതത്തെ നശിപ്പിക്കുന്ന വൃദ്ധരുടെ കാലം ഖിയാമത്ത് നാളിന്റെ അടയാളം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പലരും പറയാറുണ്ട് കുട്ടികൾ മൊബൈലിന് അഡിക്റ്റ് എന്ന്. കുട്ടികളാ? എല്ലാവർക്കും ഉണ്ട് ആ സ്വഭാവം.
അങ്ങനെ കുട്ടികളിൽ പരിമിതമല്ല ഒരു അയ്ബും. സാഹചര്യങ്ങൾ അങ്ങനെ കൊണ്ടുപോയി എത്തിക്കാം. ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിയാലും അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായ ലൈഫ് ഇല്ല എന്ന് അറിയിക്കുന്ന എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് അതിനുണ്ടാകും. ഏതൊരു സാധനവും അങ്ങനെയാണ്. ആ ഒരു അവസ്ഥ തന്നെയാണ് നമ്മുടെ ജീവിതത്തിനുള്ളത്. ഏത് സൃഷ്ടിക്കും അല്ലാഹു അങ്ങനെ വെച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ അഅറാഫിന്റെ 34-ാമത്തെ ആയത്തിൽ പറയുന്നത് വലികുല്ലി ഉമ്മത്തിൻ അജൽ. അല്ലാഹു നിർണയിച്ച ഒരു സമയം ഏതൊരു സമൂഹത്തിലും ഉണ്ടായിട്ടുണ്ട്. ഫഇദാ ജാഅ അജലുഹും, ആ സമയം എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരൽപ്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റമില്ല, കറക്റ്റ് ആ പോയിന്റിൽ അവസാനിക്കും. അതിങ്ങനെ കറങ്ങി അല്ലാഹു നിശ്ചയിച്ചൊരു പോയിന്റ് ഉണ്ട്. ആ സർക്കിൾ ഇങ്ങനെ അവസാനം വന്ന് അവസാനിക്കുന്ന അതിന്റെ ഒരു പോയിന്റ് അല്ലാഹു വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഇസ്രായേലിനെ നിർണയിച്ചു വെച്ചിരിക്കും. ആ സ്റ്റോപ്പിൽ കറക്റ്റ് നിന്നിരിക്കും. എത്ര വേഗതയിൽ ഓടിയാൽ. ചിലതിങ്ങനെ പതുക്കെ പതുക്കെ വന്ന് അവിടെ വന്ന് അവസാനിക്കും. അത് ചില കിടപ്പ് രോഗികളെ പോലെ. ചിലത് ഓടിക്കൊണ്ടിരിക്കെ പെട്ടെന്ന് അവസാനിക്കും. അള്ളാഹു നമുക്ക് ആഫിയത്തും ദീർഘായുസ്സും തരട്ടെ. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ബുദ്ധിമാനായ ഒരു രാജാവിന്റെ രസകരമായ ചരിത്രം പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വനവാസത്തിന് പോവാൻ പോലും അദ്ദേഹം തയ്യാറായി, സാഹിദായി. എന്തിനാ വനത്തിൽ പോകുന്നത്? ദുനിയാവിന്റെ എല്ലാ സുഖലോലപതകളും വെടിഞ്ഞുകൊണ്ട് അള്ളാഹു എന്ന ചിന്തയിലേക്ക്. ജബലന്നൂറിലെ ഇടുങ്ങിയ ഗുഹയ്ക്കകത്ത് നിന്ന് ഒരു ചുട്ടുപൊള്ളുന്ന വെയിലിൽ ഒരാള് താഴേക്ക് നോക്കിയാൽ അങ്ങകലെ ചെറുവിരലിന്റെ തുമ്പ് കാണുന്ന പോലെ ഒരു കറുത്ത അടയാളം കാണാം, പരിശുദ്ധ കഅബ. ഒരു മനുഷ്യൻ മാസങ്ങളോളം വർഷങ്ങളോളം ആ ചുട്ടുപൊള്ളുന്ന പാറക്കെട്ടുകളുടെ ഇടയിലെ ഇടുങ്ങിയ ഗുഹയ്ക്കകത്ത് ഇന്നും 1 കിലോമീറ്ററോളം 90 ഡിഗ്രി എന്ന് പറയാൻ പറ്റുന്ന അത്രയും ഹൈറ്റിലുള്ള ആ മലയുടെ മുകളിൽ കയറൽ ഇന്നും സാഹസമാണ്. ഒരു മനുഷ്യൻ അതിന്റെ മുകളിൽ കയറിയിരുന്നു, കഅബയെ കാണാവുന്ന രീതിയിൽ. എന്നിട്ട് അവിടെ ഇരുന്ന് ധ്യാനം. നേരത്തെ പറഞ്ഞ വനവാസം പോലെ അള്ളാഹു എന്ന ചിന്തയിൽ മറ്റൊന്നുമില്ലാതെ വളരെ മനോഹരമായ പള്ളിയുടെ അകത്തളത്തിലെ ഈ ശീതീകരിച്ച അന്തരീക്ഷത്തിലും എന്നിട്ടും നമ്മുടെ ഉള്ളിലേക്കൊന്നും ആ ചിന്ത വരുന്നില്ലല്ലോ. ആ ഗുഹയുടെ അകത്തിരുന്ന് കഅബയെ കാണാവുന്ന ഒരു ചെറിയ കറുത്ത അടയാളം പോലെ കാണാവുന്ന അത്ര ഉയരത്തിൽ നിന്ന് ചുട്ടുപൊള്ളുന്ന നേരത്തും അല്ലാ എന്ന ചിന്തയിൽ കഴിഞ്ഞ ആ മനുഷ്യന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഗുഹയുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് അതാ. ആ സാഹചര്യത്തിലും ഒരിക്കലൊരു സഹോദരൻ പറഞ്ഞു, ഒരു ക്യാൻസർ രോഗിയെ സംബന്ധിച്ചിടത്തോളം മരിക്കും എന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 റക്അത്ത് നിസ്കരിക്കാൻ കിട്ടുന്ന സാഹചര്യത്തിൽ ആ വേദനയിൽ പുളയുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ അല്ലാ എന്ന ചിന്ത വരുന്നത് എത്ര വലിയ പ്രതികൂല സാഹചര്യത്തിലാണ്. എന്നാൽ സുഖങ്ങളും സന്തോഷങ്ങളും സൗകര്യങ്ങളും ഉള്ളതിന്റെ ഇടയിൽ എന്തുകൊണ്ട് നമുക്ക് ആ ചിന്തയെ കൊണ്ടുവരാൻ കഴിയുന്നില്ല? ഒരു പ്രതികൂല സാഹചര്യമല്ലല്ലോ ഉള്ളത്. അവിടെയാണ് നമ്മുടെ പരാജയം. സുദീർഘമാക്കുന്നില്ല. മഹാനായ ഇമാം ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ പറയുന്നുണ്ട്, ഒരു സൂഫിയായ സാഹിദായ ഒരു മഹാനായ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ദുനിയവിയായ ചിന്തയൊന്നുമില്ല. ഒരു പഴയ കൊട്ടാരം, അതിന്റെ പഴയ സൗകര്യങ്ങളിലായി പോകുന്നു. പ്രജാക്ഷേമം തന്നെയാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അങ്ങനെ ഒരു ദിവസം, അങ്ങനെ ഉണ്ടല്ലോ, ഒരു ദിവസം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദുനിയാവിന്റെ മോഹം കടന്നു വന്നു. വരിയാസത്തുൽ മുൽക്കി, അധികാരത്തിന്റെ പളവളപ്പ് എന്ന സ്വപ്നം അദ്ദേഹത്തിന്റെ മനസ്സിൽ അങ്ങ് വരാൻ തുടങ്ങി. ഞാൻ മോശക്കാരനല്ലല്ലോ. ഇക്കഴിഞ്ഞ ദിവസം എന്നോട് എന്റെ പ്രിയപ്പെട്ട ഒരാൾ പറഞ്ഞു, ഒരു കുടുംബത്തിലെ 3 പെൺകുട്ടികൾ ഹിഫ്ള് പഠിച്ച മക്കളാ. ഹിഫ്ള് പഠിച്ച 3 പെൺകുട്ടികൾ. അവർ വൈകുന്നേരം കളിക്കുന്ന നേരത്ത് വാക്യ ഓതാൻ വേണ്ടി അതിന്റെ ഇടയിൽ ഓടുമായിരുന്നു. അത്രയും നല്ല ബാല്യവും അത്രയും നല്ല കൗമാരമൊക്കെ ഉണ്ടായിരുന്ന 3 പെൺകുട്ടികൾ ഹാഫിളത്തുകളാണ്. ഇന്ന് യൂട്യൂബിൽ വളരെ ഫേമസ് ആയ വ്ളോഗർമാര് അവരാണ്. സൗന്ദര്യ പ്രദർശനത്തിന്റെ ഉൽപ്പന്നങ്ങൾ, അതിന്റെ പ്രൊഡക്റ്റുകൾ വിൽക്കുന്ന പരസ്യമാണ് അവർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഹിഫ്ളുണ്ടോ? ഉണ്ട്.
ഈ നന്നായി എന്ന് പറയുന്നത് ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ അല്ല, അത് ശാശ്വതമായി നിലനിർത്തി കൊണ്ടുപോകാൻ കഴിയണം. ഞാൻ ഈ അടുത്ത് നമ്മുടെ തൊട്ടടുത്ത മഹലിലെ ഹിഫ്ളുള്ള ഒരു മോനെ കണ്ടു. ഹിഫ്ള് പഠിച്ച കുട്ടിയാ, നല്ല ദിഷണാശാലിയായ കുട്ടി. അവന്റെ തലമുടിയും കണ്ടു, ഹിഫ്ളും, രണ്ടും കൂടി എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് ആ മോന്റെ സാഹചര്യത്തിൽ മുടി അങ്ങനെ വളരുന്നതിൽ ഒരു കുറ്റമില്ല, തലമുടി വളർത്തിയതിലല്ല കുറ്റം. ആ ഒരു ശരീരഭാഷയും വേഷവിധാനവും മോരും മുതിരയും പോലെ ഹിഫ്ളും ആ ഒരു ജീവിത ശൈലിയും നമുക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഒരാൾ നന്നാവുന്നു അല്ലെങ്കിൽ നന്നായിട്ടുണ്ടോ എന്ന് പറയുന്നതിൽ അത്ഭുതമല്ല. അത് എപ്പോ വേണമെങ്കിലും മാറാം മറിയാം. 2 വിരലിന്റെ ഇടയിൽ സമാഹരിക്കപ്പെട്ട ഹൃദയങ്ങളെ നിഷ്പ്രയാസം അങ്ങുമിങ്ങും മറിച്ചിടാൻ അള്ളാഹുവിന് കഴിയും. അള്ളാഹിന്റെ 2 വിരൽ എന്ന സങ്കല്പത്തിലാവട്ടെ നിങ്ങളുടെ ഹൃദയങ്ങൾ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് സയ്യിദുനാ റസൂലുള്ളാഹി. അങ്ങനെ നീ മനസ്സുകൾ മറിച്ചിടുമ്പോൾ എന്റെ മനസ്സിനെ നിന്റെ ദീനിലായി നിലനിർത്തണേ എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു സയ്യിദുനാ റസൂലുള്ളാഹി. എപ്പോ വേണമെങ്കിലും ചിന്താഗതികൾ മാറാം. സാഹിദായ ദുനിയവിയായ താല്പര്യങ്ങൾ ഉപേക്ഷിച്ച രാജാവിന് ഇടയിൽ ഒന്ന് ചിന്ത മാറി. അദ്ദേഹത്തിന്റെ അധികാരം മോശമല്ലല്ലോ, അദ്ദേഹത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കാൻ അദ്ദേഹം തന്റെ അധികാരത്തിന്റെ വലിപ്പത്തെ ചിന്തിച്ചുകൊണ്ട് തീരുമാനിച്ചു, ഇനി കുറച്ചൊക്കെ എനിക്ക് വേണ്ടി ജീവിക്കണം. അങ്ങനെ ഒരു തോന്നലുണ്ട്. അങ്ങനെ അദ്ദേഹം ലൈഫ് എൻജോയ് ചെയ്യാൻ തീരുമാനിച്ചു. നിലവിലെ പഴയ കൊട്ടാരൊക്കെ ഒന്ന് നന്നാക്കാൻ ആദ്യം ഓർത്തു. വേണ്ട, ഇഷ്ടം പോലെ പണമല്ലേ ഖജനാവിലുള്ളത്, ഇത്രയൊക്കെ ജനങ്ങളെ നോക്കില്ലോ, നീ എനിക്ക് വേണ്ടി പുതിയ ഒരു കൊട്ടാരം അദ്ദേഹം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അത് വലിയ വിശാലതയിൽ തന്നെ നിർമ്മിച്ചു. എന്നിട്ടോ ഒരു വലിയ ഭക്ഷണത്തളികയും നിർമ്മിച്ചു. കൊട്ടാരത്തിന്റെ മുന്നിൽ തന്നെ അത് വെച്ചു. ആ ഭക്ഷണത്തളികയുടെ വിശാലമായ പരപ്പിൽ വ്യത്യസ്തമായ ഭക്ഷണങ്ങളും വെച്ചു. എല്ലാ ദിവസവും അത്താഴം കൊട്ടാരമുറ്റത്തെ ബൊഫേ ഉപയോഗപ്പെടുത്താം. ജനങ്ങൾ ഒഴുകാൻ തുടങ്ങി. ഈ ഭക്ഷണം കഴിക്കുന്നവർ മുഴുവനും കൊട്ടാരത്തിന്റെ അകത്ത് കയറി എല്ലാ ദിവസവും കൊട്ടാരത്തിന്റെ അകത്ത് ഓരോ ദിവസം മാറ്റം ചെയ്യപ്പെടുന്ന ആ പ്രത്യേകതകളും ആർഭാടങ്ങളും കണ്ട് പുറത്തു വന്ന് പരസ്പരം സംസാരിക്കണം. രാജാവ് മിടുക്കനാണ് എന്ന്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട പരിപാടി അതാ. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി പോകുന്ന വഴിയിൽ ഈ ഭക്ഷണം കഴിച്ചവർക്ക് മദ്യപിക്കാനും പാട്ടുപാടാനും ഡാൻസ് കളിക്കാനുമുള്ള ഒരു വലിയ സൗകര്യവും രാജാവ് ചെയ്തു കൊടുത്തു. എൻജോയ് ചെയ്യുന്നു ലൈഫ്. എല്ലാവർക്കും അത്ഭുതമായി. പാട്ടും ഡാൻസും മദ്യപാനും ഒക്കെ കഴിയുമ്പോ പ്രിയപ്പെട്ട രാജാവിന് വേണ്ടി അവർ പ്രാർത്ഥിക്കാനും മറന്നില്ല. കുറെ നാളുകൾ ഇങ്ങനെയായ നാടിന്റെ സ്വഭാവം. ഒരു ദിവസം രാജാവ് അവിടെ ഇരുന്നു. അത്താഴമൊക്കെ കഴിഞ്ഞ് ജനങ്ങൾ പിരിഞ്ഞു കൊട്ടാരത്തിന്റെ വിശാലമായ മുറ്റത്ത്. ആ നിലാവിന്റെ പരാപര വെളിച്ചത്തിൽ പ്രിയപ്പെട്ട കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥരെയും കൂട്ടി രാജാവിരുന്നു. എന്നിട്ടോ രാജാവ് അവരോട് ചോദിക്കാൻ തുടങ്ങി, ഓ പ്രിയപ്പെട്ട കൊട്ടാരത്തിലെ അംഗങ്ങളെ, ഇപ്പോഴാണ് എന്റെ മുഖത്ത് ഒരു ചിരി വിടർന്നത് നിങ്ങൾ കണ്ടില്ലേ? ഇത്രയും നാൾ ഞാൻ എങ്ങനെയാ ജീവിച്ചത്, ഇപ്പോൾ എന്നെ കണ്ടില്ലേ? എന്റെ ഈ പുഞ്ചിരിയും സന്തോഷവും നിങ്ങൾ കണ്ടില്ലേ? വഖദ് ഹദ്ദഥത് നഫ്സി അൻ നത്തഖിദ ലികുല്ലി വാഹിദിൻ മിൻ ഔലാദി മിസ്ലഹാ. 6-7 ആൺമക്കളുണ്ട് എനിക്ക്. ഓരോ മക്കൾക്കും ഇതുപോലെ ഓരോ കൊട്ടാരങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ അങ്ങ് നിർമ്മിച്ച് ഇവിടെ വെച്ചിരിക്കുന്ന ഭക്ഷണത്തളിക പോലെ അവിടെയും ഭക്ഷണദാനം എല്ലാ അത്താഴവിരുന്നും വെച്ച്. അങ്ങനെ ഒരു അഭിപ്രായം എന്റെ മനസ്സിൽ തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം എന്ത്? എല്ലാരും പറഞ്ഞു, നല്ല കാര്യ രാജാവേ. എന്നാൽ നിങ്ങൾ ആരും ഇവിടെ നിന്ന് ലീവിന് പോവരുത്, എല്ലാരും ഇവിടെ വേണം. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് സന്തോഷം തോന്നുന്നതാ. കെട്ടിട നിർമ്മാണത്തിനും കൊട്ടാര നിർമ്മാണത്തിനും നിങ്ങളുടെ ആലോചനകൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ പിന്നെയുള്ള ദിവസങ്ങൾ അത്താഴം കഴിഞ്ഞാൽ ആ മുറ്റത്ത് 6-7 കൊട്ടാരം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ ചർച്ചകൾ വരികയാണ്. ആ ചർച്ചകളുടെ ഇടയിലും
മദ്യത്തിന്റെ ചഷുകങ്ങൾ വിരുന്നിന്റെ ഏറ്റവും വലിയ കാര്യമായി മദ്യത്തിന്റെ ചഷുകങ്ങൾ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. വിരുന്ന് സൽക്കാരത്തിന്റെ പ്രധാന ഘടകം. അതോടൊപ്പം പാട്ടും കൂത്തും ഡാൻസുമായി എല്ലാ രാവും അവിടെ ആഘോഷങ്ങൾ അലതല്ലിക്കൊണ്ടിരിക്കുമ്പോൾ രാജാവിന്റെ സന്തോഷത്തിന്റെ അതിരുവിടുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇദ്ദേഹം ഒരു സൂഫിയായി ജീവിച്ചു തുടങ്ങിയ മനുഷ്യനാം. കുറെ കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ ഒരു തൗഫീഖ്, ഏതോ ഒരു നന്മ അള്ളാഹു അദ്ദേഹത്തിൽ പരിഗണിച്ചത് കൊണ്ടാവാം, ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന പോലെ മദ്യത്തിന്റെ ലഹരി തലക്ക് പിടിച്ച പാതിരാവിന്റെ നിശബ്ദത ഇങ്ങനെ താരാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പാതി മയക്കത്തിൽ കൊട്ടാരത്തിൽ പാതിരാവിൽ കൂടിയ ഉദ്യോഗാർത്ഥികളുടെ കൂടെ, കൊട്ടാരത്തിലെ ജോലിക്കാരുടെ കൂടെ, രാജാവിന്റെ പരിവാരങ്ങളുടെ കൂടെ ആ നിശബ്ദതയിൽ എവിടെ നിന്നോ ഒരു അശരീരി മുഴങ്ങുകയാണ്. ഒരശരീരി ഒരു വിളി ആരോന്ന് വിളിച്ചു പറയുന്ന പോലെ. ചില സന്ദർഭങ്ങളിൽ മലക്കുകൾ സംസാരിക്കുന്നത് അശരീരി പോലെ, ശരീരമില്ലാത്ത ശബ്ദം എന്നതിനർത്ഥം. ഇഖാലത്തിൽ മലായികതു യാ മറിയം, മഹദിയായ മറിയമിന്റെ മുന്നിൽ വന്നുകൊണ്ട് മഹാന്മാരായ മലക്കുകൾ ശബ്ദം ഉന്നയിച്ചതും ഉറക്കെ പറഞ്ഞതും ഖുർആൻ പറഞ്ഞതാണ്. ഒരു ഓർമ്മപ്പെടുത്തലിന്റെ ശബ്ദം പോലെ അവനെന്തോന്ന് കേട്ടു. യാ അയ്യുഹൽ ബാനി നാസി ലിമൈതതിഹി ലാ തഅമനന്ന ഫഇന്നൽ മൗത മക്തൂബു. ഒരു കാലത്ത് അള്ളാഹു ഹൃദയത്തെ കീഴടക്കി ഒരു വികാരമായി കൊണ്ടു നടന്ന മഹാനായി ജീവിച്ച രാജാവേ, സ്വന്തം മരണത്തെ ഇപ്പോൾ മറന്നുകൊണ്ട് ആർഭാടങ്ങളിലൂടെ പോകുന്ന രാജാവേ, അങ്ങ് നിർഭയനാണോ? അങ്ങയുടെ മരണം നിശ്ചയിക്കപ്പെട്ടതല്ലേ? അങ്ങ് നിർഭയനാണോ? അശരീരിയുടെ കവിതാ വജസ്സുകൾ ഇങ്ങനെ അർത്ഥമാക്കപ്പെടുകയാണ്. അതിൽ ഖലായിഖു ഇൻ സറൂ വഇൻ ഫരിഹൂ ഫൽമൗതു ഹത്ഫുൻ ലദൽ ആമാലി മൻസൂബു. കുറെ ആഗ്രഹക്കുമ്പാരങ്ങളുടെ ഇടയിലാ മരണമെന്ന് പറയുന്ന ആ ഊന്നുവടിയെ തറച്ചു വെച്ചിട്ടുള്ളത്. ആഗ്രഹങ്ങളുടെ ഇടയിലാ ഈ മരണത്തെ കൊണ്ടുവന്ന് തറച്ചു വെച്ചിട്ടുള്ളത്. എങ്ങനെ പോയാലും ആ ഊന്നുവടിയുടെ അവിടെ എത്തുമ്പോൾ നിന്നു പോവും. ഏതാഗ്രഹം അതിനപ്പുറത്തുള്ളത് എടുക്കാൻ ചിലപ്പോൾ നിന്റെ കയ്യെത്തില്ല, അതിനു മുമ്പ് നീ മരിക്കും. അങ്ങനത്തെ ഒരു ചുറ്റുപാടാ നിന്റെ മുന്നിൽ അള്ളാഹു സംവിധാനിച്ചത്. ഒരു ഉപദേശം പറയട്ടെ, മുമ്പ് താങ്കൾ ചെയ്ത ഏതോ ഒരു സേവനത്തെ അള്ളാഹു സ്വീകരിച്ചതിന്റെ പേരിൽ റബ്ബിന്റെ ഒരു തൗഫീഖ് അങ്ങനെ പറയാം, അള്ളാഹുവിന്റെ ഒരു കരുണ അങ്ങനെ പറയാം. ലാ തബ്നിയന്ന ദയ്യാറൻ ലസ്ത തുസ്കിനുഹാ. ഇനി ഒരു കൊട്ടാരം വേറെ പണിയേണ്ടതില്ല, അങ്ങേക്കതിൽ പാർക്കാനും കഴിയില്ല. പഴയകാല ജീവിതത്തിലേക്ക് തിരിഞ്ഞോളൂ എന്ന് പറയുമ്പോഴേക്കും ഒരു എർത്തടിച്ച ശരീരം പോലെ, കറണ്ടടിച്ച ശരീരം പോലെ മദ്യത്തിന്റെ ലഹരി മസ്തിഷ്കത്തെ പിടിച്ചു കുലുക്കിയ മനുഷ്യനിൽ ലഹരി ഒരൊറ്റ നിമിഷം കൊണ്ട് അങ്ങ് ഇറങ്ങിപ്പോയി. അയാൾക്ക് ബോധം തിരിച്ചു കിട്ടി. കൂടെ ഉള്ളവരോട് ചോദിച്ചു, നിങ്ങളും വല്ലതും കേട്ടോ? ഞങ്ങളൊരു പാട്ട് കേട്ടു. ഞാനും കേട്ടു. ആരോ പാടിത്തരുന്ന പോലെ. അപ്പോൾ അവര് പറഞ്ഞു, പാട്ടിന്റെ വഴിക്ക് പോവട്ടെ രാജാവേ, കൊട്ടാരത്തിൽ നമ്മുടെ ചർച്ചകളും ഈ ആഘോഷങ്ങളും തുടരാം. രാജാവ് പറഞ്ഞു, ഇല്ല, എന്റെ മരണത്തെ എനിക്ക് പേടിയാ, എന്റെ മരണത്തെ പേടിയാ, അങ്ങ് നീണാൾ വാഴട്ടെ. അവരങ്ങനെയാ പറഞ്ഞത്. ഫഖാലു കല്ലാ ബലിൽ ബഖാഉ വൽ ആഫിയ. രാജാവേ, മഹാരാജാവേ, അങ്ങ് നീണാൾ വാഴട്ടെ, അങ്ങ് മരണമില്ലാതെ ഒരു അമരനായി തുടരട്ടെ. രാജാവ് കരച്ചിൽ തുടങ്ങി. മദ്യത്തിന്റെ വീപ്പകളെ കമഴ്ത്തിക്കളയാൻ രാജാവ് ഉത്തരവായി. ഇവിടെയുള്ള വാദ്യോപകരണങ്ങൾ നശിപ്പിച്ചോ രാജാവ് ഉത്തരവായി. അവിടെ
വെച്ചുകൊണ്ടങ്ങ് തൗബ ചെയ്യാ. ഒരു നടുവേദന, ഒരു പുറം വേദന, ഒരു നെഞ്ചുവേദന കൺമുന്നിൽ എപ്പോഴും കണ്ടിരുന്ന ഒരാള് പെട്ടെന്നൊന്ന് തളർന്നു വീണത്, ഏതോ ഒരു ഓർമ്മപ്പെടുത്തല്. ഒരാൾക്ക് നന്നാവാൻ അത് മതി. ആ ഒരൊറ്റ നന്നാവല മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത്. വയസ്സോരോന്ന് കഴിയുമ്പോഴും അങ്ങനെ ഒരു നന്നാവലിന്റെ കാരണം എന്റെ മുന്നിൽ എത്ര വന്നിട്ടും ഞാൻ എന്തേ നന്നാവാത്തത്? എനിക്കും പറയണമല്ലോ. അവസാനം ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒരു സ്വാലിഹായ മഹാന്റെ മരണം ഈ ഭൂമിയിൽ കലാശിക്കുമ്പോ 3 കാര്യങ്ങളിൽ അദ്ദേഹം രക്ഷപ്പെട്ടു എന്ന മഹാന്മാരായ സ്വഹാബത്ത് പറയാ. അതിലൊന്നാമത്തേത് ഇസ്രായേലിനെ കാണണമെന്നതൊരു വലിയ കാര്യമാ സഹോദര. ഇസ്രായേലിനെ കണ്ടിട്ട്, മുഖം കണ്ടിട്ട്, തീപാറുന്ന കണ്ണുകൾ കണ്ടിട്ട് ഭയന്ന് വിറച്ച് കലിമ ചൊല്ലാൻ മറന്നു പോകുന്നവരായി പോകും. ചില പോലീസുകാര് കണ്ണുരുട്ടി ഒന്ന് ചോദിച്ചാൽ പറയാനുള്ളിലുണ്ടത് പറയാൻ വായൽ വരാതെ പോകും. ചിലരങ്ങ് നോക്കിയാൽ അറിയാതെ മൂത്രമൊഴിച്ചു പോകുമെന്നൊക്കെ പറയുന്ന പോലെ ഇസ്രായേലിന്റെ ഭീകരമായ രൂപമാണ് കാണേണ്ടത് എങ്കിൽ നമുക്ക് എങ്ങനെ നാവ് വഴങ്ങും അവസാനം ആ ഒരു വചനം പറയാൻ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ ഒന്നുണ്ട്, ഒരു മരണത്തെ അഭിമുഖീകരിച്ച മനുഷ്യന്റെ, ഒരു സ്വാലിഹായ മനുഷ്യന് രക്ഷ കിട്ടിയ രണ്ടാമത്തെ ഒന്ന്, മരണത്തിന്റെ ഒരു വല്ലാത്ത വേദന ഉണ്ട്. ഒരു ശരീരത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഒരു വേദന, മുമ്പൊരിക്കലും അതിന്റെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടുമില്ലാത്ത വേദന. അതിനെ മറികടക്ക, അതിൽ നിന്നുകൊണ്ടും ആ വേദനയിലും ചിരിച്ച മുഖം, അതൊരു വലിയ വിപരീതമായ പ്രവർത്തന. ആ വേദനയിലും ചിരിച്ചു. വേർപാടിന്റെ വേദനയല്ല, അതൊന്നും ചിന്തയില്ല, സ്വന്തം കാര്യത്തെ കുറിച്ച് ചിന്തിക്കുന്ന അപ്പോഴാണ്. അതും ഒരു സാലിഹായ മനുഷ്യൻ മറികടന്നിട്ട് അവന്റെ മരണത്തിലെത്തിയത്. മൂന്നാമതൊന്നുണ്ട്, ഹുസ്നുൽ ഖാത്തിമ, നല്ലോണം മരിച്ചു കഴിഞ്ഞു എന്നതാണ്, കലിമ ചൊല്ലാൻ കഴിഞ്ഞു എന്നതാണ് ഒരു സാലിഹായ മനുഷ്യന്റെ മരണത്തിന് ശേഷം അദ്ദേഹം രക്ഷപ്പെട്ട മൂന്നാമത്തെ കാര്യം എന്ന് പറയാൻ പറ്റുന്നത്. ഈ 3 നമുക്ക് വേണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ആഘോഷങ്ങളും ആരവങ്ങളും നമ്മുടെ പരിസരങ്ങളിൽ പലതും കാട്ടിക്കൂട്ടുന്നോടത്ത് ഒരു വയസ്സുകൂടി ഞാൻ എൻ്റെ മരണത്തോട് ചേർന്നു എന്ന ഒരു ബോധമാവട്ടെ. പുതുവത്സരത്തിന്റെ പുതിയ ചിന്തകൾ. തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ, തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്. اللهم صل على محمد. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. അല്ലാഹുവേ നീ കബൂലാക്ക് തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്ക് അല്ലാ. അറിഞ്ഞു ചെയ്ത, അറിയാതെ ചെയ്ത, രഹസ്യമായി സംഭവിച്ച, പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, മാളയിൽ ഒരു സഹോദരി ഇന്ന് ഓപ്പറേഷന് വിധേയാകുന്നു. ആ സഹോദരിക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. ഏതൊരു ആവശ്യത്തിന് വേണ്ടിയാണ് ഓപ്പറേഷൻ നടത്തപ്പെടുന്നത് അത് നീ വിജയിപ്പിക്കണേ അല്ലാ. അടുത്ത ദിവസം ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരു കട, ഒരു സ്ഥാപനം, അതിനു വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. റബ്ബേ, അത് നീ വിജയിപ്പിക്കണേ അല്ലാ, നീ അത് വിജയിപ്പിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു ഉമ്മാക്ക് വേണ്ടി മകൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, ഇരുവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. പ്രത്യേകിച്ച് ആ ഉമ്മാക്ക് ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, ഓർമ്മയുടെ പ്രയാസങ്ങളുണ്ട്, അങ്ങനെയുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ. റഹ്മാനെ, നീ ശിഫാ നൽകണേ അല്ലാ, ശിഫാ നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, നെഞ്ചുവേദനയെ തുടർന്ന് എറണാകുളം ലൂർദ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന സഹോദരന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നീ ശിഫാ നൽകണേ തമ്പുരാനെ, ആഫിയത്ത് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മഹല്ലിൽ അഭിവൃദ്ധി നൽകണേ അല്ലാ. മുസാബഖയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചപ്പോൾ
ശാരീരികമായും സാമ്പത്തികമായും അല്ലാതെയും ഒക്കെ ഞങ്ങളോട് സഹകരിച്ച സഹോദരങ്ങൾക്ക് നീ ഖൈർ നൽകുക അല്ലാഹ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അതിഥികളായി എത്തിയ മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ഭക്ഷണം ഏറ്റെടുത്ത സഹോദരന്മാർ, അല്ലാഹുവേ അവരുടെ സമ്പത്തിലും വരുമാനത്തിലും കച്ചവടത്തിലും ബിസിനസ്സുകളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ മരണപ്പെട്ടവരുടെ ഹദറാത്തിൽ ആ ഭക്ഷണം ദാനം ചെയ്തതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർ ഈ പള്ളിയുടെ ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്നവരെല്ലാവരുടെയും ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മഹലിന്റെ പ്രവർത്തനങ്ങളിൽ ഓടി നടക്കുന്ന സഹോദരങ്ങളിൽ ഖൈർ നൽകു അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ മഹലിൽ എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റബ്ബേ, സ്ട്രോക്ക് വന്നതിനെ തുടർന്ന് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ കഴിയുന്ന പ്രിയപ്പെട്ട സഹോദരന് വേണ്ടി ഞങ്ങൾ പലപ്പോഴായി ദുആ ചെയ്യുന്നു. അല്ലാഹുവേ, അത്ഭുതം സംഭവിക്കണമല്ലാ, ആ സഹോദരനെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അദ്ദേഹത്തിന്റെ ചികിത്സാർത്ഥം രൂപീകരിക്കപ്പെട്ട എല്ലാ സംഘങ്ങളിലും റബ്ബേ, അതിനുവേണ്ടി ശേഖരിക്കപ്പെടുന്ന സാമ്പത്തിക ശേഖരണം നടക്കുന്ന കൂട്ടായ്മകളിലൊക്കെ അല്ലാഹുവേ റബ്ബേ, നീ ഇടപെടണേ തമ്പുരാനെ. ഒരു വലിയ ബാധ്യതയിലേക്ക് പോവാതെ ആ സംഖ്യ എത്രയും പെട്ടെന്ന് സ്വരൂപിക്കാൻ അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ച സഹോദരന്മാർക്ക് തൗഫീഖ് നൽകുക അല്ലാ. അതിൻ്റെ ഒരു ആത്മനിർവൃതി അവരുടെ മനസ്സിൽ നീ നിറച്ചു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ആ അവിചാരിത നേരത്ത് സംഭവിക്കുന്ന പെട്ടെന്ന് സംഭവിക്കുന്ന തളർച്ചകൾ, തകർച്ചകൾ, മരണങ്ങൾ റഹ്മാനെ കാക്കണേ അല്ലാ, കാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നീ ഉന്നതിയിലെത്തിക്കണേ അല്ലാ. മഹലിന്റെ എല്ലാ സ്ഥാപനങ്ങളെയും നീ ഉന്നതിയിലെത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഖബൂലിയത്ത് നൽകണേ അല്ലാ, ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അടുത്ത ദിവസം മരണപ്പെട്ട പലരുടെയും ആണ്ട് ദിവസങ്ങളാണ്, മഗ്ഫിറത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടുപ്പിക്കുക അല്ലാ. കടബാധ്യത ഉള്ളവരുണ്ട് റബ്ബേ, കടങ്ങൾ നീ വീട്ടണേ അല്ലാ. ലോണിലും പലിശക്കണിയിലും പെട്ടുപോയവരെ കരകയറ്റണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബൗനാ സഗാറാ ദഅവാഹും ഫീഹാ സുബ്ഹാനകല്ലാഹുമ്മ വതഹിയ്യതുഹും ഫീഹാ സലാം വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.